എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഹോണ്ട 2025 മോഡൽ Dio 125ഉം 2024 മോഡൽ Dio 125 ആണ്. അപ്പോൾ കുറേ പേര് പറഞ്ഞായിരുന്നു 25 മോഡലിൽ വലിയ അപ്ഡേഷനും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത്. അപ്പം ഈ രണ്ട് വണ്ടി തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നതെന്ന് ജസ്റ്റ് ഞാൻ പെട്ടെന്ന് പറയാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ആക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന ഇതുള്ള എല്ലാ വീഡിയോസും കിട്ടുന്നതാണ്. നേരെ നമുക്ക് ഈ വണ്ടിയുടെ കമ്പാരിസണിലോട്ട് കിടക്കാം. നിലവിൽ നമുക്ക് ഡിയോയ്ക്ക് രണ്ട് വേരിയൻ്റാണ് വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാൻഡേർഡ്, പിന്നെ എച്ച് സ്മാർട്ട് എന്ന് പറഞ്ഞ മോഡലാണ്. അത് കഴിഞ്ഞ് 2025 വന്നപ്പോൾ സ്റ്റാൻഡേർഡ് മാറി അത് DLX ആയി. DLXും ഇപ്പോൾ നമുക്ക് എച്ച് സ്മാർട്ടും, ഈ രണ്ട് വേരിയൻ്റാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് തമ്മിലുള്ളൊരു ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് എടുത്ത് പറയാൻ പറ്റുന്നത് ഇപ്പോൾ കണ്ടില്ലേ, ഈ വണ്ടിയിൽ നമുക്കിപ്പോൾ ഡിസ്ക് ബ്രേക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് നേരത്തെ 2024 മോഡലിൽ ഡിസ്ക് ബ്രേക്ക് കിട്ടുന്നില്ലായിരുന്നു. കണ്ടില്ലേ, നമുക്ക് കോംബി ബ്രേക്ക് സിസ്റ്റമായിരുന്നു വരുന്നത്. ഈ രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഇതിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ എച്ച് സ്മാർട്ടിൽ മാത്രമായിരുന്നു ഡിസ്ക് ബ്രേക്ക് എങ്കിൽ ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ DLX മോഡലിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ വേറൊരു ചേഞ്ച് എന്ന് പറയുന്നത് കണ്ടില്ലേ, നമുക്കിപ്പം ഈ ഒരു വീലിൽ അലോയ് വീലിൽ നമുക്ക് ഗോൾഡൻ കളറോടാണ് കിട്ടുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന വണ്ടിയിൽ ഈ കാണുന്ന പോലെ ബ്ലാക്ക് കളറായിരുന്നു എങ്കിൽ നമുക്ക് ഇതിൻ്റെ 3D എംബ്ലം വരുന്ന മോഡലാണ് നമുക്കിപ്പോൾ ഈ ഗോൾഡൻ കളർ അലോയ് വീലും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ നോർമൽ സ്റ്റിക്കർ വേരിയൻ്റ് കണ്ടല്ലേ, ഈ കളർ കൊടുക്കുന്നുണ്ടല്ലേ, ഇത് ഗോൾഡൻ കളറാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കർ വരുന്ന വേരിയന്റിൽ നോർമലിലുള്ള ബ്ലാക്ക് കളർ വേരിയന്റ് തന്നെയാണ് വരുന്നത്. അലോയ് തന്നെയാണ് വരുന്നത്. ഫ്രണ്ടിൽ ഒരു 12 ഇഞ്ച് അലോയ്സ് ആണ് രണ്ട് വണ്ടിക്കും കൊടുത്തിരിക്കുന്നത്. സ്കൂപ്പ് സസ്പെൻഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ 3D എംബ്ലത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് 3D എംബ്ലം ഉള്ള മോഡലും കിട്ടുന്നുണ്ട്. അതുപോലെ സ്റ്റിക്കറിങ് വരുന്ന മോഡലും വരുന്നത്, ഗ്രാഫിക്സ് വരുന്ന മോഡലും ഉണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന കളറിൽ നിന്ന് അഡീഷണൽ ആയിട്ടൊരു കളർ വന്നിരിക്കുന്ന ഒരു യെല്ലോ ആണ്. അപ്പോൾ ആ ഒരു യെല്ലോ കളർ നമ്മുടെ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടുന്ന സമയത്ത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് അതും ക്രിയേറ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ സ്റ്റിക്കർ വേരിയന്റിൽ നമുക്ക് അലോയ് ബ്ലാക്ക് കളറാണ്. ഇതുപോലെ 3D എംബ്ലം വരുന്ന മോഡലിൽ നമുക്ക് അലോയ് ഗോൾഡൻ കളറാണ്. അപ്പോൾ അതൊരു ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്നൊരു മാറ്റം ഇതാണ്. അതായത് ഡിസ്ക് ബ്രേക്ക് വന്നു, ഗോൾഡൻ കളർ അലോയ് വീല് വന്നു. ഫ്രണ്ടിലായിട്ട് രണ്ട് വണ്ടിയുടെയും LED ഹെഡ്ലൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഹാലജൻ ബൾബ് തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കിട്ടുന്നത്. ആ ഡിസൈൻ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഒരു മാറ്റമില്ല. ഈ കോംബി ബ്രേക്ക് മാറ്റി ഡിസ്ക് ബ്രേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് വലിയൊരു മാറ്റമാണ്. അതുകൂടാതെ സൈഡ് വശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡിക്റ്റോ തന്നെയാണ്, അതിൽ മാറ്റമില്ല. ഇനി ഒരു മാറ്റം വരുന്നത് ഇതിൻ്റെ ഈ ഒരു മീറ്ററിലാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതൊരു TFT മീറ്ററാണ്. 4.2 ഇഞ്ച് TFT മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഓണായി വരുമ്പോൾ ഈ രീതിയിൽ വരുന്നു. നമുക്കിതിൽ വരുന്നത് സാധാ ഒരു സ്പ്ലിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഡിജിറ്റൽ മീറ്ററാണ്. ഇതിൽ ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു മീറ്ററും കാര്യങ്ങളെല്ലാം ഹോണ്ട സെറ്റ് ചെയ്തിരുന്നത്. ചെറിയൊരു കോളത്തിൽ നമുക്ക് വണ്ടിക്ക് വേണ്ട അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ, ടോട്ടൽ കിലോമീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. മുകളിൽ നമുക്ക് RPM അതെ കൈ കൊടുക്കുന്നതനുസരിച്ച് RPM സ്പീഡ് നമുക്ക് മുകളിൽ കാണിക്കുന്നു. പിന്നെ അത്യാവശ്യം വേണ്ട വാർണിംഗ്സ് എല്ലാം ഈ സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നു. ഈ മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് കണ്ടില്ലേ ഇവിടെ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത് വലിയൊരു അപ്ഡേഷനാണ് വന്നിരിക്കുന്നത്. നേരെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാഗത്ത് നമുക്ക് TFT ഡിസ്പ്ലേ ആയി കണ്ടില്ലേ, ഈ രീതിയിൽ കൊടുത്തിരിക്കുന്നു. അതും വിത്ത് ഇതിൻ്റെ എച്ച് സ്മാർട്ട് മോഡലിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അടക്കം വരുന്നു. 10/10 നാവിഗേഷൻ, കോൾസ് ആൻഡ് SMS അലേർട്ട്, അതുപോലെ വെതറിൻ്റെ അപ്ഡേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്ന നൂതനമായിട്ടൊരു TFT മീറ്റർ. ഈ ഒരു മീറ്ററിലും കിട്ടുന്ന ഡേറ്റാസ് നമുക്ക് സെയിം ആണ്. TFT മീറ്ററോട് മാറി എന്ന് പറഞ്ഞാലും നമുക്ക് ഈ വണ്ടിയിൽ അറിയാൻ പറ്റുന്നത് ടോട്ടൽ കിലോമീറ്റർ, റിയൽ ടൈം മൈലേജ്, ആവറേജ് മൈലേജ്, ഡിസ്റ്റൻസ് ടു MT അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ടൈം ആ സെയിം ഇതൊക്കെ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ചുകൂടെ മോഡേൺ ആക്കി തന്നിട്ടുണ്ട് ഈ ഒരു TFT മീറ്റർ. ഇത് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെ ആയിട്ടും കൊടുത്തിരിക്കുന്നത്. കാരണം ഈ മീറ്ററിൽ സ്വിച്ചസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. കാരണം വെള്ളം കയറിയുള്ള ഡാമേജ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കും. കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. ഇത് ഒരു ജോയിസ്റ്റിക് ആണ്. റൈറ്റ്, ലെഫ്റ്റ്, അപ്പ്, ഡൗൺ, ലെഫ്റ്റ്, ഈ രീതിയിലാണ് സ്വിച്ച് വർക്ക് ആവുന്നത്. ഇതിലും നമുക്ക് അറിയാൻ പറ്റുന്നത് സെയിം ആണ്. ട്രിപ്പ് A, ട്രിപ്പ് B, ആവറേജ് മൈലേജ്, ഡിസ്റ്റൻസ് ടു MT, റിയൽ ടൈം മൈലേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്ന ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മീറ്ററാണ് നമ്മുടെ പുതിയ TFT മീറ്റർ, പുതിയ ഡിയോടെ. ഇതിൻ്റെ എച്ച് സ്മാർട്ട് മോഡലിൽ ഞാൻ ഈ പറഞ്ഞ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എല്ലാം കിട്ടുന്നുണ്ട്. സ്വിച്ചസിൻ്റെ കാര്യത്തിൽ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു സ്വിച്ച് മാത്രമാണ്. ബാക്കിയുള്ള ഡിം ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ, ഫോണ്, സെൽഫിൻ്റെ സ്വിച്ച് വിത്ത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റം നമുക്ക് ഇവിടെയായിട്ട് കിട്ടുന്നു. നേരെ നമുക്ക് 2024 മോഡലിൽ ഡിം ബ്രൈറ്റ് ഈ സൈഡിൽ കണ്ടില്ല, ഈ ഭാഗത്ത് വരുന്ന സ്വിച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ ആ സ്വിച്ച് വരുന്നില്ല. അതിന് പകരം നമുക്ക് ഇൻഡിക്കേറ്റർ, ഹോണ്, ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നോർമലായിട്ടുള്ള ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റമാണ്. ഇത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വണ്ടി 30 കിലോമീറ്റർ താഴെയുള്ള സ്പീഡിൽ നമ്മൾ ആക്സിലേറ്റർ ഫുള്ള് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് എഞ്ചിൻ ഓഫ് ആവും. പിന്നീട് നമുക്ക് ആക്സിലേറ്റർ കൊടുത്ത് പോയാൽ സ്റ്റാർട്ട് ആകുന്ന രീതിയിലാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള
ടെക്നോളജി കൊടുത്തിരിക്കുന്നത്. അത് പഴയ മോഡൽ വണ്ടിയിൽ അതങ്ങനെയല്ല. വണ്ടി നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റം വർക്കാവുള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് ഈ രണ്ട് വണ്ടിയുടെ ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റം. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റം ഇതിന് വർക്കാവുന്നു, ഇത് നോർമലിൽ വർക്കാവുന്നു. പിന്നെ വരുന്നത് ഈ മീറ്ററിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ, ഇത് നോർമലായിട്ടൊരു ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. എങ്കിൽ ഇവിടെ വരുമ്പോഴത്തേന് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടൊരു എന്താ പറയേണ്ട ഒരു കാർബൺ ഫൈബർ ഫിനിഷ് പോലുള്ള ഭാഗങ്ങൾ ഇവിടെ കൊടുത്ത് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ആ ഒരു ഇതില്ല. അതുപോലെ ഇനിയും വരുന്നൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാഗത്തായിട്ട് നോക്കി ഇവിടെ പ്ലെയിൻ ആയിട്ട് കിടക്കണമൊന്നുമില്ല, പക്ഷേ ഒരു ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട് മൊബൈലൊക്കെ ഇടാവുന്ന രീതിയിൽ. എന്നാൽ ഇവിടെ വരുമ്പോഴത്തേന് നമുക്കൊരു കണ്ടില്ലേ USB-C പോർട്ട് കിട്ടുന്നു. ഈ രീതിയിൽ കൊടുത്തത് സെറ്റ് ആക്കിയിട്ടുണ്ട്. നൈസാണ് അത് കാണാൻ. അതിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ആ സെയിം ഗ്ലോ ബോക്സ് കൊടുത്തിരിക്കുന്നു. ഗ്ലോ ബോക്സിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഓൾ ഇൻ വൺ ആയിട്ടുള്ള കീ സെറ്റാണ് രണ്ട് വണ്ടിക്കും കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ ഇഗ്നിഷൻ ഒരേപോലെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സീറ്റ് തുറക്കാനും ഫ്യൂവലിൻ്റെ തുറക്കാനും ഉള്ള സെറ്റപ്പ് കൊടുത്തിരിക്കുന്നു. രണ്ട് വണ്ടിയുടെയും സ്റ്റോറേജ് കപ്പാസിറ്റി സെയിം ആണ്, അതിൽ മാറ്റമില്ല. കണ്ടില്ലേ ഈ രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നു. നമുക്ക് ആ സെയിം 5.3 ആണ് ടാങ്ക് കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നത്. ആ സെയിം ഓപ്പണിങ് കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഈ രീതിയിൽ ഡ്യുവൽ ലെയറായിട്ട് വന്നിരിക്കുന്നു. ഇനിയും ബാക്കിലെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വണ്ടിയുടെയും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം ബാക്കിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും ഡിസൈനിൽ വന്നിട്ടില്ല. കണ്ടില്ലേ ഈ രീതിയിൽ ഒരേപോലെ കൊടുത്തിരിക്കുന്നു. സ്പ്ലിറ്റ് ആയിട്ട് തോന്നുമെങ്കിലും അതൊരു കവർ വെച്ചിട്ട് സ്പ്ലിറ്റ് ആക്കിയൊക്കെയാണ്. ഒറ്റ പീസാണ് വരുന്നത്. ടൈലൈറ്റ് ആയാലും ഇൻഡിക്കേറ്റേഴ്സ് ആയാലും ഒറ്റ പീസാണ് വരുന്നത്. പിന്നെ ബാക്കിൽ വരുന്നൊരു മാറ്റം എന്ന് പറയുന്നത് ബാക്കിലെ വീലിൻ്റെ ഗോൾഡൻ കളറാണ്. കണ്ടില്ലേ ഈ രീതിയിൽ ഗോൾഡൻ കളർ കൊടുത്തിരിക്കുന്നു. ബാക്കിൽ 10 ഇഞ്ച് വീലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡ്യുവൽ ഹോളുള്ള സൈലൻസറും കാര്യങ്ങളൊക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ബാസ് ആയിട്ടുള്ള സൗണ്ട് ഡ്യുവൽ പ്രൊട്ടക്ഷനും കൊടുത്തിരിക്കുന്നു. 2025 മോഡല്. നമുക്കിവിടെ വരുമ്പോൾ അലോയിൽ ആ കളർ വരുന്നില്ല, ബ്ലാക്ക് കളർ തന്നെയാണ്. ഇതുപോലെ ഡ്യുവൽ ഹോള് ഡ്യുവൽ പ്രൊട്ടക്ഷനും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു. ഇനി വരുന്നൊരു മാറ്റം എന്ന് പറയുന്നത് എഞ്ചിനാണ്. OBD2B എഞ്ചിനാണ് വന്നിരുന്നത് നമ്മുടെ ഏറ്റവും പുതിയ Dio 125. ഇത് നമുക്ക് OBD2A മോഡൽ. അത് നമുക്കിവിടെ കണ്ടില്ല, ഇവിടെ ആയിട്ട് സെൻസറോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. എന്നാൽ നമുക്ക് പുതിയ മോഡൽ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ ഒരു ഓക്സിജൻ സെൻസർ കണ്ടില്ലേ, എക്സ്ട്രാ ഓക്സിജൻ സെൻസർ കൊടുത്തിരിക്കുന്നു. അത് അവിടെ ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതാണ് OBD2B എന്ന് പറയുന്നത്. കുറച്ചുകൂടെ എമിഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് 2025 മോഡൽ. എന്നാൽ ഇത് OBD2A മോഡലാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി എഞ്ചിനും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് ഹോണ്ട പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു എഞ്ചിൻ്റെ ആ ഒരു പൊല്യൂഷൻ്റെ മാത്രമാണ് അപ്ഡേഷനാക്കി 2025 മോഡലിൽ ഹോണ്ട കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് പറയാൻ കാരണം പവറോ കാര്യങ്ങളൊന്നും മാറ്റമില്ല. എഞ്ചിൻ നോക്കിക്കഴിഞ്ഞാൽ 123.92 cc എഞ്ചിനാണ് ഹോണ്ട ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. മാക്സിമം പവർ സെറ്റ് ചെയ്തിരിക്കുന്നത് 8.16 BSP അറ്റ് 6250 RPM. മാക്സിമം ടോർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് 10.4 Nm അറ്റ് 5000 RPM. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ രണ്ട് വണ്ടികളുടെ എഞ്ചിൻ ഹോണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത്. സെയിം വണ്ടി തന്നെയാണ്, സെയിം എഞ്ചിനാണ്. OBD2B എമിഷൻ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൂടാതെ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ നല്ല വ്യത്യാസമുണ്ട്. അതായത് ഈ വണ്ടിയെക്കാട്ടിൽ ഒരു 10,000 രൂപ കൂടുതൽ ഈ വണ്ടിക്ക് വരുന്നുണ്ട്. 1,16,000 രൂപ ഈ ഒരു വണ്ടിക്ക് ഓൺ റോഡ് ഫുൾ ഫിറ്റിങ്സ് ഇറക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു വണ്ടി വന്നപ്പോൾ തന്നെ 1,26,000 രൂപയായി ഓൺ റോഡ് ഇറക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ എച്ച് സ്മാർട്ട് മോഡലിൽ 1,30,000 രൂപ അടുപ്പിച്ച് ആയിട്ടുണ്ട്. ഇതിൻ്റെ എച്ച് സ്മാർട്ട് മോഡലിന് 1,20,000 രൂപ അടുപ്പിച്ചും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്രൈസിൻ്റെ കാര്യത്തിൽ ഒരു 10,000 രൂപയുടെ ഡിഫറൻസ്. അതായത് ഗോൾഡൻ കളർ അലോയ്, ഡിസ്ക് ബ്രേക്ക്, TFT മീറ്റർ, മൊബൈൽ ചാർജർ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അതുകൂടാതെ ഇനി ഈ വണ്ടിക്ക് കിട്ടുന്ന മൈലേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 55-60 കിലോമീറ്റർ ഈസി ആയിട്ട് കിട്ടുന്ന മൈലേജും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് ഹോണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ വണ്ടിയുടെ അതായത് OBD2B വന്നപ്പം കൂടുകയോ കുറയോ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് കിട്ടുന്ന സെയിം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതിൽ കിട്ടുന്ന കംഫർട്ട് ആയാലും സെയിം തന്നെയാണ്. കാരണം അതിൽ അപ്ഡേഷനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. 3D അമ്പളം കണ്ടില്ലേ. ഇപ്പം ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ അപ്ഡേഷൻ വന്നത് ഈ ഗ്രാഫിക്സ് അല്ല പുതിയ വണ്ടിയിൽ വരുന്നത്. കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടൊരു ഗ്രാഫിക്സ് ആണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള റിവ്യൂവിൽ ഞാൻ ആ ഗ്രാഫിക്സിൻ്റെ 5 മോഡലാണ്, 5 മോഡലും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ യെല്ലോ വേരിയൻറ്റ് മാത്രമുള്ള നമ്മുടെ കയ്യിൽ കിട്ടത്തില്ല, അത് കേട്ടിട്ടില്ല. അതിൻ്റെ എച്ച് സ്മാർട്ട് മോഡൽ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു അപ്ഡേഷനായിട്ട് ഞാൻ ആ ഒരു വേരിയൻ്റ് കൂടെ ഞാൻ ഷോർട്ട് രൂപത്തിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ രണ്ട് വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക താഴെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വണ്ടി എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ കാര്യം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലുള്ള എല്ലാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.